വന്നാ മതി. ഓ ശരി 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 ശരി. ഇല്ല 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 ഇല്ല. ഓ ശരി ശരിയാ ശരി. കാണാം കാണാം. അച്ഛാ ഈ മരുന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതൊക്കെ സമയത്തിനെടുത്ത് കഴിച്ചേക്കണം. ഞാൻ വെറുതെ ഡോക്ടറെ സന്തോഷിപ്പിക്കാൻ മേടിച്ചല്ലേ, അല്ലാണ്ട് എന്റെ വരിയൊക്കെ മാറി. ആന്റിബയോട്ടിക്സ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ആകാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഓ ഓ പിന്നെ ഷാൻഡ് തട്ട്. പാലിന്റെ ബില്ല്, കറണ്ട് കാശ് ഇതെല്ലാം മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം. അതവിടെ ഇരുന്നോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതവിടെ ഇരുന്നാ പറ്റില്ല, ഉണ്ണിയേട്ടൻ അത് എടുത്തോണ്ട് പോകും. അതുകൊണ്ടായി പറയുന്നത്. നീ പേടിക്കണ്ട, അവൻ ഈ എന്തൊക്കെ ആയുർവേദ മരുന്നൊക്കെ ഒരു പെട്ടിയിലായിട്ട് സൈസിന് പോയിട്ടുണ്ട്. ആണോ? ഓ പിന്നെ സമയത്തിന് ആഹാരം കഴിക്കണം. പിന്നെ അത് മറന്നേക്കരുത്. നീ ഭക്ഷണം എടുത്തിട്ടുണ്ടോ? ഞാൻ ഡയറ്റില്ല. ആ പറഞ്ഞു ഈ കുട്ടിയുടെ ഒരു കാര്യം. അവള് അധ്വാനിച്ച് കാശും പണം ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടു തരിക, ഇത് ഞങ്ങൾ കഴിക്കുക, അവൾക്ക് ഡയറ്റ്. എന്താ അവിടെ നോക്കി കാണുന്നത്? ഞാനവിടെ ഒരു വാഴ കുറച്ച് നിൽക്കണ്ടാവുന്ന ഇങ്ങനെ നോക്കിയതാണ്. വാഴക്കൊല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവളുടെ കെട്ടിയ പ്യാരി ഇട്ടിട്ട് പോയപ്പോ തുടങ്ങിയതാ അവളുടെ ഇളക്കവും നിങ്ങളുടെ ഒരു നോട്ടം. 24 മണിക്കൂർ അവിടെ തന്നെയാണല്ലോ. നീ എന്ത് കണ്ടെന്നടി? ഞാൻ എല്ലാം കാണുന്നുണ്ട്. എന്ത് നീ കണ്ട്? എല്ലാം കാണുന്നുണ്ട്. അതാ കണ്ടെങ്കിൽ നന്നായി. എന്താ ഇത്ര വിഷമമാണ് കാര്യം ചെയ്യും. നിങ്ങൾ അവിടെ പോയി താമസിച്ചോ? പോണെങ്കിൽ പോടി ഞാൻ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ, പെട്ടുപോയില്ലേ. ഓ ഒരു പെടലുമില്ല. എന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിച്ചൊക്കെ തന്നിട്ടേ നിങ്ങൾ അങ്ങ് പോയിക്കോ. നിന്റെ എന്ത് മേടിച്ചത്? 4 വള സ്വർണ്ണോ? എന്നാ അത് നിന്റെ പറമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്, സിമെന്റും മണലായിട്ട്. സിമെന്റ് മണലല്ലേ വീട് വെക്കുന്നുണ്ട് എവിടെ? ഇതൊക്കെ തന്നെയാണ് നിന്നൊരാൾക്കും ഇഷ്ടപ്പെടാത്തത്. നീയൊക്കെ 4 ദിവസം പണിയില്ലാണ്ടാവുമ്പോ കണക്ക് വെക്കാൻ തുടങ്ങും. ഇതന്നെ നിന്നെ ഇഷ്ടപ്പെടാത്തത്. ആ സമയം ആ പെണ്ണിനെ കണ്ടോ നീ? ആ പെണ്ണ് നേരം വെളുക്കുമ്പോ കുളിച്ചു നീ പണിക്ക് പോവുക. ഇന്ന് വരെ 10 രൂപ സമ്പാദിച്ചോണ്ടിരാൻ നിനക്കൊക്കെ പറ്റിയിട്ടുണ്ടോ? ഓ ഞാൻ 10 രൂപ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലായിരിക്കും. ആ അടുക്കള കിടന്ന് ഞാൻ എടുക്കുന്നൊക്കെ പണിയല്ലേ, അതിനൊരു വിലയില്ലേ? നിനക്കൊക്കെ അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം കഴുകാൻ തന്നെ പറ്റുള്ളൂ. ഈ വർത്താനം പറയും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് നോക്കും, ഇഷ്ടമുള്ളടത്ത് പോകും, ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. മേലെ എന്നോട് അങ്ങനെ സംസാരിക്കാൻ വന്ന അവളെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴും മിടുക്കൊക്കെ എന്റെ അച്ഛനമ്മയുടെ മുമ്പിലൂടെ നിങ്ങൾ ഇതൊക്കെ പറ. പിന്നെ അച്ഛനും അമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്നെ അവര് മൂക്കിൽ വലിച്ചു കയറ്റും. ഒന്ന് പോരി പെണ്ണെ അവിടെ. ശീതള, നീ പറഞ്ഞത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എടാ ഞാൻ പറഞ്ഞതിലൊരു തരി പോലും കള്ളല്ല. കൃത്യം കാര്യം ഞാൻ പറയണത്. വെറുതെ ഞാൻ വല്ലതും പറയൂ. ആ ചാരുല്ലേ, ചാരുവിനൊന്നും ശ്രദ്ധിച്ച് നോക്കേണ്ടത്. എന്തൊരു സ്മാർട്ടാണ് ആ കുട്ടി. സ്വന്തമായിട്ട് ജോലിയുണ്ട്, അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടോ? വെൽ ഡ്രസ്സിൽ അവള് പുറത്തേക്ക് ഇറങ്ങുന്നത്. ടിപ്പ് ടോപ്പാണ് എപ്പോഴും. ആ പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും. ഇത് ഒരു ഭാഗം എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സാധനം. എന്ത് ചെയ്യും? അല്ല ഈ ടിപ് ടോപ്പെല്ലാം ചാരുമല്ലേ? നിങ്ങൾ പുറേ വലിയൊരു പണിയെടുക്കുന്നോളല്ലേ, അപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇത്തിരി അഴുക്കൊക്കെ ഉണ്ടാവില്ലേ കൈമേൽ? എടാ ഇത് അതൊന്നും അല്ല, വീട്ടിലെ പണിയാന്ന് വിചാരിച്ചിട്ട് അലമ്പായിട്ട് നടക്കേണ്ട കാര്യമുണ്ട്. അതാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ നമുക്ക് അങ്ങോട്ട് ഒന്ന് സിങ്ക് ചെയ്ത് പോവാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ആ ചാരുവിനെ ഞാൻ കല്യാണം കഴിച്ചത് പണ്ടേ പകരം ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവളെ കെട്ടിയ അവന്റെ പേരിന്റെ അവൻ എന്തിനാ ഇട്ടേച്ചു പോയത്? അവന്റെ അഹങ്കാരം. അല്ലാണ്ട് എന്താ? ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി, സ്മാർട്ട് ആയിട്ടുള്ള കുട്ടീനെ കയ്യിൽ കിട്ടിയിട്ട് അത് ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അവന്റെ അഹങ്കാരം അല്ലാതെ വേറെ അതൊന്നുമല്ല. നമ്മള് പുറത്തെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് ഈ ചാരു എന്ന് പറഞ്ഞ പെണ്ണിന്റെ അപ്പനും ആങ്ങളെയും കൂടെ ഈ അവനെ പ്യാരി തന്നെ ശരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ഇവനോട് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി പോയേ
അതിന്റെ കുറ്റപ്പെടുത്തലാന്നാണ്. എന്റെ മന്മത ഇതൊന്നുമല്ല, ഇതൊക്കെ ഓരോന്ന് സംഭവം കഴിയുമ്പോൾ പിന്നെ പറഞ്ഞുണ്ടാക്കുന്ന സംഗതികളല്ലേ. ആ ഫാമിലി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ആ കുട്ടിയുടെ നടപ്പും ഭാവവും അതിന്റെ ഒരു ഒതുക്കൊക്കെ കണ്ടാൽ തന്നെ അവരുടെ ഫാമിലിയുടെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഇതൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്, നീ നിന്റെ സുമിത്ര ഉണ്ടല്ലോ കെട്ടിയ പെണ്ണിനെ നീ കുറെ നാൾ പ്രേമിച്ചു കാണുന്നല്ലോ. അപ്പൊ നിന്റെ വായിന്ന് പറഞ്ഞു ഇതൊന്നും അല്ലല്ലോ, സുമിത്ര തേനാണ്, പാലാണ്, ചക്കപ്പഴമാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. ഇപ്പൊ പിന്നെ എന്താ അങ്ങനെ? എടാ മന്മത, നമ്മൾ ചില സാധനങ്ങൾ ഈ പരസ്യം കണ്ട് വാങ്ങില്ലേ, പെട്ടുവാറില്ല. എന്നിട്ട് അതേപോലെ ചിലതൊക്കെ ജീവിതത്തിലും ഉണ്ടാവും. അത് തന്നെ എന്റെ ജാതക പ്രശ്നം കൊണ്ടാണല്ലോ എനിക്ക് കല്യാണം നടക്കാത്തെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ജാതക പ്രശ്നം അങ്ങനെ ഇരിക്കണം തന്നെയാണ് നല്ലത്. അയ്യോ കല്യാണമേ വേണ്ട, അതാണ് കണ്ടില്ലേ കഴിച്ചവരൊക്കെ ഇരിക്കണേ. എടാ ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല കുട്ടികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഈ ചാരുവിനെ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് നിർത്ത്, നീ ആ ചാരുവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ഒന്ന് ചാരു. കുറെ നേരം ചാരു ചാരു ചാരു. ഇത് അതുകൊണ്ടല്ല മന്മത, ഞാൻ പറയണത് മനസ്സിലാക്ക്. ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ ഒരുത്തി, ഒരു രക്ഷ എന്ന് പറഞ്ഞതില്ല. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ഒരു നല്ല തമാശ പറഞ്ഞ എന്താ പറഞ്ഞ, ഒരു നല്ല പുഞ്ചിരി തരണ്ടേ നമുക്ക്. അതിന് പോലും കഴിയില്ല അവൾക്ക്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു വകതിരിവുമില്ല. എന്ത് പിന്നെ രണ്ട് സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ തള്ള അങ്ങനെ ഒരു കുരുത്തം കൊട്ട സ്വഭാവം. അതിന്റെ വേറെ ഒരു തള്ളനെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛനുണ്ടല്ലോ, പിന്നെന്താ? എന്താ വെച്ചാൽ പോട്ടം തന്താ. നിനക്ക് പൈസക്ക് അസുഖമായിട്ട് ആശുപത്രി മുഴുവൻ പൈസ ചികിത്സക്ക് അയാളാണ് കൊടുത്തത്. ഇതാര് പറഞ്ഞു? എനിക്ക് പൈസ വന്നിട്ടില്ലല്ലോ. ആ പിന്നെ പൈൽസിന്റെ അസുഖം, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ. നിന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്കാണ് ഈ കഥകളൊക്കെ. ഇല്ലാത്തവരെ കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇതിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങള്? ഇനി എന്ത് ചെയ്യാൻ, പെട്ട് കഴിഞ്ഞു, എല്ലാം പോയി തീർന്നു. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് പോയി, ലൈഫ് പോയി. മതി ഏച്ചാ, സഹിച്ച് എനിക്ക് സൗന്ദര്യമില്ല, ബ്യൂട്ടി പാർലറിലെ സ്നേഹയുടെ മാതിരി സ്റ്റൈലില്ല. പിന്നെ ആ ശാന്തേച്ചിയുടെ മോളില്ലേ സ്കൂളിൽ പോകണ നിശ, അവളൊക്കെ അടുത്ത് വരുമ്പോ ഭയങ്കര സ്മെല്ലാണ് പെർഫ്യൂമിന്റെ. എനിക്ക് ഇപ്പോഴും നാറ്റമാണ്. എന്തൊക്കെ കേൾക്കണ്ടെന്ന് അറിയോ ഞാൻ? അവളെ പണപ്പിക്കാൻ പോയത് അതാണ് ഇവിടുത്തെ കാര്യം. എനിക്ക് സ്റ്റൈലൊന്നും ഇല്ലല്ലോ. ഞാനിങ്ങനെ കരി പോകയൊക്കെ ആയിട്ട് ഇതിനുള്ളിൽ ഇരിപ്പാണല്ലോ. അല്ല പ്രേമിക്കുമ്പോ ഇതൊന്നും അവൻ കണ്ടിട്ടില്ലേടി? പ്രേമിക്കുമ്പോ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ സ്നേഹമൊക്കെ അപ്പുറത്തെ വീട്ടിലോട്ടാ. ആ ജനാലത്തിലെ പോലെ എപ്പോഴും ആ ചാരു നോക്കിക്കൊണ്ടിരിപ്പാ. ഇപ്പോഴും നോക്കാണ് അവൻ. സത്യത്തില് ആ ജനലിന്റെ അവിടെ നിന്നിട്ട് ആ വീട്ടിലേക്ക് നോക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? അപ്പൊ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോന്ന്? മിണ്ടാതിരുന്നല്ല, അവന്റെ കാരണം അടിച്ചു പൊളിക്കണ്ടേ? പറഞ്ഞാ മതി, പറഞ്ഞടിച്ചു പൊളിക്കും ഞാൻ. എന്നെ ചെയ്യട്ടെ? പറഞ്ഞാലേ പറ്റുള്ളൂ നിങ്ങളെ കൊണ്ട്. പിന്നെ വേറൊരു കാര്യം, ആ പെണ്ണ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇവൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. അവിടെ ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാ നോക്കുന്നത്. അപ്പൊ എവിടേക്കാ നോക്കുന്നത് മനസ്സിലാവില്ലല്ലോ. അതാണ് ഐഡിയ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ പ്യാരി എന്ന് പറയുന്ന ഇപ്പൊ അവിടെ ഇല്ല, അവട്ടിട്ട് പോയി. അപ്പൊ അവള് വേറൊരാളെ കണ്ടുപിടിക്കണല്ലോ, അതിനിങ്ങനെ ചൂണ്ടടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതാണ് ഇത് സംഭവം. അതൊക്കെ മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കറുത്ത കണ്ണാടി അടിച്ച് പൊളിക്കേണ്ടിയിരുന്നു. പൊളിക്കും ഞാന്, പൊളിക്കും. പറഞ്ഞത് ചെയ്യും ഞാൻ. പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുള്ളൂ. ആ വൃത്തിയായിട്ട് കാണട്ടെ, ഞാൻ മുട്ടുകാലം തല്ലി ഒടിച്ചിടും. പിന്നെ അവൾ എങ്ങനെ അവിടെ നിന്ന് നോക്കുമെന്ന് അറിയണമല്ലോ. കണ്ണാടി മാത്രമൊന്നുമല്ല, അതിന് ജോലി എന്താണ്ടൊക്കെ ഉണ്ട്. എനിക്ക് ജോലി ഇല്ലല്ലോ, അതിന് വീട്ടിലെ അടുക്കളയിൽ തന്നെ ഇരിപ്പാണല്ലോ. അല്ല ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ആ എണ്ണം കെട്ടവനെ കെട്ടണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാണോ? പറഞ്ഞതാണോ? ആണോ? അതൊക്കെ അന്നല്ലേ അമ്മേ. എന്റെ അന്നല്ലേ? എന്തല്ലേ? അപ്പൊ ആ പോങ്ങനെ മതി അവക്ക്. ഒറ്റക്കാലിൽ നിന്ന് തപസ്സായിരുന്നു അവള്. ജോലി ഉണ്ടായിരുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒന്നിനും കൊള്ളൂല്ലോ. ഇപ്പൊ നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ, ഇനി അവൻ പോട്ടെ. അവൻ വേണ്ട. ഒറ്റയ്ക്ക് എന്താണ്? എടി നല്ല അന്തസ്സുള്ള ഒരു ചെറുക്കനെ കൊണ്ട് ഞാൻ നിന്നെ കെട്ടിക്കും. ഇനിയിപ്പോ ഒരു ചെറുക്കൻ പോയിന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയാ നീ? കരയാ നീ? പെണ്ണുങ്ങളൊന്നും അങ്ങനെ ആവാൻ പാടില്ല.
പാടില്ല. ആ അത് പാടില്ല. കെട്ടിയോൻ പോയാല് കെട്ടിയോൻ പോയണ്ട. ഇപ്പൊ തന്നെ നിന്റെ അച്ഛൻ പോയാല് ആ ഞാൻ എന്താ കറിയോ? കറിയില്ലേ? ഈ എന്തിനാ ഞാൻ കരയണേ? ആ എന്തിനാ കരയണ്? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നല്ല കണ്ടേടം ഉണ്ട്. ആ, ഉണ്ട്. ആ. നിന്നെ നല്ല അന്തസ്സായിട്ട് ഞാൻ നോക്കും. അതന്നെ അമ്മ പറഞ്ഞതിന്റെ ശരി. ആ ആ അത്രേ ഉള്ളൂ. അത്രേ നീ ഉള്ളൂ. വേണമെങ്കിൽ പഠിച്ചോ. പഠിച്ച ഉടനെ ഒരു ജോലിയും കിട്ടും. കിട്ടും. നല്ല മിടുക്കൻ കൂട്ടപ്പനെ കൊണ്ട് ഈ അമ്മ കെട്ടിക്കും നിന്നെ. ആ അമ്മ കെട്ടിക്ക് നിന്നെ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു പേടിയും വേണ്ട കേട്ടോ. ആ ഇങ്ങോട്ട് നോക്ക്. ഇനി ആ എരപ്പാളിയെ നമുക്ക് വേണ്ട. വേണ്ട. ആ ആ എവിടെയെങ്കിലും പോട്ടെ.